ശബരിമല യുവതീ പ്രവേശനത്തിൽ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റുകയാണ്. മാർച്ച് 14-ന് എതിർ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? വിശേഷ ഭരണഘടനയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭരണഘടനയുടെ തുല്യതയും അതുപോലെ തന്നെ അസമത്വത്തെയും ഒന്നും തിരിച്ചറിയാത്ത ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇത് വളരെ നിരാശാജനകമാണ്. ഈ ഒരു സമയത്ത് പറയുന്നതിന് ദുരുദ്ദേശമുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ഷൻ വരാൻ പോകുന്നത്, ഇലക്ഷനെ നേരിട്ട് കണ്ടുകൊണ്ട് അത് പൊളിറ്റിക്കൽ മോട്ടീവോട് കൂടിയാണ് ഇത് പറയുന്നത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇന്ത്യൻ ഭരണഘടനയെ തള്ളിക്കളയുകയും തുല്യതയെ തള്ളിക്കളയുകയും സ്ത്രീകളോട് വിവേചനം കാണിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ക്ഷേത്രാചാര സംരക്ഷണം അത് തങ്ങളുടെ കടമയാണ് എന്നുള്ളതാണ് ഈ നിലപാട് മാറ്റം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അൺടച്ചബിലിറ്റി നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിന്നിരുന്നതാണ്. അപ്പോൾ അത്തരം അൺടച്ചബിലിറ്റി അടക്കം ഇവർ സംരക്ഷിക്കുമെന്ന് ചോദിക്കേണ്ടി വരും. ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസിനും തയ്യാറാണ്. ഇവിടുത്തെ അതിൻ്റെ എന്ത് മൂല്യച്യുതിക്കും നല്ലതിനുള്ള സാക്രിഫൈസ് അല്ല, എന്ത് തിന്മയും എന്ത് നിലപാട് മാറ്റത്തിനും തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് നിന്ന് സർക്കാരും മിണ്ടിയിട്ടില്ല, മന്ത്രിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പം എന്ത് പ്രതികരണമാണ് ഇനി അവരിൽ നിന്ന്? സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് ചെയർമാൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ തന്നെ സമീപനമാണ്, നയമാണ്. ഇത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഭരണഘടനയെ അടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ട്, തുല്യതയടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അത് ഒരു ശരിയായ ഒരു റിസൾട്ടിലേക്ക് ആയിരിക്കില്ല നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന ഒറ്റ കാരണം തന്നെയല്ല ഇതിന് പുറകെ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒറ്റ കാരണം തന്നെ നമുക്കിതിന് പിന്നിൽ കാണാൻ കഴിയുന്നുള്ളൂ. സംഘപരിവാറിൻ്റെ നിലപാടിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഒട്ടും ഒരു ആശാവഹമായ കാര്യമല്ല. അപ്പം നമുക്കിവിടെ നമ്മുടെ മുമ്പിൽ ഈ പറയുന്ന പാർട്ടികളൊന്നും തമ്മിൽ വ്യത്യാസമേ ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. വളരെ നിരാശാജനകം.